തിരുവചന ചിന്തകൾക്കായിട്ട് നമുക്ക് ഒരു വേദവാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 30-11 വാക്യം നമുക്ക് അതിനാധാരമായിട്ട് വായിക്കാം. Psalms 30:11. അവിടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുവിപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ദാവീദ് എഴുതിയപ്പെട്ട സങ്കീർത്തനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആലയത്തിൻ്റെ ശലോമോൻ പണിത ആലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് ആലയത്തിനെ സ്തോത്രം ആസ്പദമാക്കിയുള്ള സങ്കീർത്തനമാണെന്നും അവരുടെ നന്മകളെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടും കരുതപ്പെടുന്നു. പക്ഷേ ഇവിടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ആണ് ഈ സങ്കീർത്തനം എഴുതപ്പെട്ടിരിക്കുന്നത്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള പാട്ടുകൾ, അങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ അത് എക്കാലവും നിലനിൽക്കും. കേവലം ജഡികമായിട്ട് അല്ലെങ്കിൽ മനസ്സിന് ജഡത്തിന് ഇമ്പം കൊടുക്കുന്ന പാട്ടുകളോ സങ്കീർത്തനങ്ങളോ അല്ല എന്നേക്ക് നിലനിൽക്കുന്നത്. പരിശുദ്ധാത്മാവിൽ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ, പാട്ടുകൾ ഈ ദിവസങ്ങളിലും അത് ദൈവജനത്തെ എന്നും ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും. നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും ഇത് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ആശ്വാസമായി നിലനിൽക്കുന്നു. അവിടെ അദ്ദേഹം പറയുകയാണ്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തം ആക്കി തീർത്തു. അതേ വിലാപത്തെ കേവലം സന്തോഷമാക്കി തീർത്തു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന ദൈവം. സ്തോത്രം. ഇന്ന് നമ്മുടെ ഏത് അവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുപോകാൻ കഴിയുന്ന ദൈവം സന്തോഷത്തോടെ നമ്മളെ വഴി നടത്തുക മാത്രമല്ല, സ്തോത്രം, നമ്മൾ ആ ദൈവിക സന്തോഷം നമുക്ക് നൽകുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വീഞ്ഞും ധാന്യവും വർദ്ധിച്ചതിലേറെ ഒരു സന്തോഷം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് ദൈവ സാന്നിധ്യത്തിൽ തന്നെയാണ്. ഹല്ലേലൂയ. അവിടെ 30:6 സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്: ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്നെൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. അവിടെ അദ്ദേഹം പറയാണ്, എനിക്കെല്ലാം നന്നായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുലുങ്ങിപ്പോകും, എന്ത് പ്രശ്നം വന്നാൽ ഞാൻ നേരിടുമെന്ന് പറയുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നേരിടുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരമാലകൾ പോലെ ആഞ്ഞടിച്ചപ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് മനസ്സിലായി, കർത്താവില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അങ്ങനെ കർത്താവിൽ ആശ്രയിച്ചപ്പോൾ ദൈവം ഒരു വിടുതലിനെ അയച്ചു. പലവിധ വിഷയങ്ങളിൽ നേരിടുന്നവരുണ്ട്. അവർ ഒരുപക്ഷെ ആ വിഷയങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും ഞെരുങ്ങുകയും നെടുവേർപ്പെടുകയും കരയുമൊക്കെ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും, എല്ലാ മനുഷ്യരും. അങ്ങനെ എല്ലാത്തവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലതും ദൈവം കൊണ്ടുവരുന്ന ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അത് ചില പരീക്ഷകളാണ്, അടുത്ത തലങ്ങളിലേക്ക് നമ്മളെ ഉയർത്തുവാനുള്ള പരീക്ഷണ ഘട്ടങ്ങളാണ്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അവസാന ഭാഗത്താണ്, 22-ാം അധ്യായത്തിലാണ്. അത് അബ്രഹാമിന് അനുഗ്രഹത്തിൻ്റെ വഴികൾ അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ പാതയിൽ ഒരു ചുവടുകൂടി അത് ദൈവത്തിൻ്റെ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടിയായിരുന്നു. ചിലത് പൈശാചിക മണ്ഡലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പലപ്പോഴും നമ്മളെ തളർത്തുവാൻ ശ്രമിക്കും. പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ തന്നെ തെറ്റുകൾ കൊണ്ടുവരുന്നതുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നമ്മൾ കേട്ടതുപോലെ ഹാഗാർ പ്രാർത്ഥിച്ചു, അതെ കർത്താവേ അവിടെ തന്നെ കാണുന്നില്ല എന്ന് ചിന്തിച്ചപ്പോൾ ഹാഗാറിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരികയും ഹാഗാറിൻ്റെ ജീവിതത്തിൽ അവസ്ഥയെ ദൈവം മാറ്റുകയും ചെയ്തപ്പോൾ അവിടെ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം അവിടെ വരുവാനിടയായി. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മുമ്പ് ഉദ്ധരിക്കുവാനിടയായി, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണീർ കണങ്ങളെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. പക്ഷെ ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. യു നമ്പർ മൈ വാണ്ടറിങ്സ്, യു പുട്ട് മൈ ടീയേഴ്സ് ഇൻ ടു യുവർ ബോട്ടിൽ, ആർ ദേ നോട്ട് ഇൻ യുവർ ബുക്ക്. എൻ്റെ അലച്ചിലുകൾ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ കടന്നു വന്ന വഴികളിൽ, ഞാൻ കടന്നുപോയ വേദനയുടെ അനുഭവങ്ങൾ, ഞാൻ കടന്നുപോയ ഭാരിച്ച അവസ്ഥകൾ
ഞാൻ കടന്നുപോയ തിക്ത അനുഭവങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതറിയാത്ത കർത്താവിനെ എല്ലാം ആരാധിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ കരഞ്ഞ കണ്ണീരിന് കർത്താവ് കണക്കിട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടല്ല, നീതിയോടെ ദൈവസന്നിധിയിൽ നിന്നതുകൊണ്ടും ആമേൻ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടും, അതല്ല സ്തോത്രം നിഷ്കളങ്കനായി നിന്ന് നീതിക്ക് വേണ്ടി നിന്നുകൊണ്ടുമൊക്കെ ആമേൻ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കണ്ണീർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ണീർ കണങ്ങളെ കുപ്പി ശേഖരിക്കുന്ന ദൈവമുണ്ട്. അതിന് തക്കവണ്ണം അതിലധികമായി ഈ ദിവസങ്ങളിലും സ്വർഗത്തിലെ ദൈവം എനിക്ക് മടക്കി തരുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം വേണം. എൻ്റെ ദൈവം നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ നിലവിളിയെ കേൾക്കുന്ന ദൈവമാണ്. എൻ്റെ കണ്ണീരിനെ തുടയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിൻ്റെ അവസ്ഥ എന്നേക്കും ഒരുപോലെ തുടരുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇസ്രായേലിലെ പല ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെതായ അടിമത്തത്തിൻ്റെ നുഖത്തിലും ഭാരപ്പെടുന്ന അവസ്ഥകളിലുമൊക്കെ കടന്നുപോയപ്പോഴും അവരോടുള്ള ദൈവിക വാഗ്ദത്തത്തെ ഓർത്തുകൊണ്ട് ദൈവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് 70 സംവത്സരം ബാബിലോണിയൻ പ്രവാസത്തിലായിരുന്ന ദൈവജനത്തെ, ഇസ്രായേൽ ജനത്തെ 430 വർഷം ഈജിപ്തിൽ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ മക്കളെ ദൈവം പിടിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. അതൊക്കെ ദൈവം പറഞ്ഞ സമയത്താണ് ദൈവം ചെയ്തത്. ദൈവം സമയം തെറ്റി വരുന്നവനല്ല. ദൈവം സമയത്തിന് മുമ്പും വരത്തില്ല. നമുക്കറിയാം, കർത്താവ് കറക്റ്റ് സമയത്ത് മാത്രമേ വരത്തുള്ളൂ. അവിടെ മിറിയത്തിൻ്റെ ജീവിതമാണ് എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വരുന്നത്. എൻ്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കും. അപ്പോൾ ദൈവം അവസ്ഥകളെ മാറ്റുന്ന ദൈവമാണ്. ഇന്ന് അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരാം. ഒരു മിറിയത്തിൻ്റെ ജീവിതത്തിൽ ഒരു മോശക്കുഞ്ഞിനെ നൈൽ നദിയിലേക്ക് ഇടപെട്ടപ്പോൾ, അതിനു മുമ്പ് ഇസ്രായേലിൽ ഒരു വലിയ സംഹാര താണ്ഡവം നടന്നപ്പോൾ, പൈതങ്ങൾ നിഷ്കളങ്കരായിരിക്കുന്ന പൈതങ്ങളെ നിഷ്കരണം ഫറവോൻ വധിച്ചപ്പോൾ അവിടെ ഒഴുകിയ ചോര, രക്തം, അത് കണ്ടിട്ട് വെറുതെ ഇരുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. സ്തോത്രം. ആമേൻ. മോശയുടെ ജീവിതം, എൻ്റെ ഇളയ അനുജന്റെ തകർന്നു പോകും. ആമേൻ. അവൻ കയ്യിൽ അടുക്കിപ്പിടിച്ച് അവനെ സ്നേഹിച്ച് ലാളിച്ച് ഉമ്മ വെച്ച ദിവസങ്ങളെ ഓർത്ത് അവൻ നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ എന്നോർത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ട് അതേ ആ ഞാങ്ങണ പെട്ടകത്തിന്റെ പിന്നാലെ ഓടുന്ന ഒരു കാഴ്ച ഇന്ന് രാത്രികാലവും പകൽക്കാലമാണെങ്കിലും ആമേൻ ചിലർക്കെങ്കിലും ഇത് കാണുവാൻ സാധിക്കും. ആ വേദന ജീവിതത്തിൽ അനുഭവിച്ചു. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനെന്ന് പറഞ്ഞ മോശയുടെ പേര് ആമേൻ ദൈവം കൊടുക്കപ്പെട്ടപ്പോൾ ഫറവോന്റെ പുത്രിയായി ആ രാജധാനിയിൽ മോശ അനേക വർഷങ്ങൾ അവിടെ ആയിരുന്നപ്പോഴും ആ ദൈവിക വാഗ്ദത്തത്തെ ദൈവം നഷ്ടപ്പെട്ടു പോകാൻ ഇവിടെയാക്കിയില്ല. കൊടുത്ത ദർശനത്തെ മോശ മുറുകെ പിടിച്ചു. അദൃശ്യ ദൈവത്തെ കണ്ടതെന്ന പോലെ മോശ ദൈവ സാന്നിധ്യത്തിൽ ആ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. എന്നാൽ ഒരു രാത്രികാലം 430 വർഷത്തിന് ശേഷം നമ്മൾ കേട്ടതുപോലെ നിങ്ങളെ കരച്ചിലിനെ കേൾക്കുകയും അവസ്ഥയെ കാണുകയും അത് നിലവിളിയെ കേൾക്കുകയും ചെയ്ത ദൈവം ഇറങ്ങി വന്നിട്ട് മോശയോട് പറഞ്ഞു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു നിങ്ങളെ വിടുവിക്കുവാൻ. ആ ദൈവം നിലവിളിയുടെ ശബ്ദം കേട്ട് അവരുടെ ജീവിതത്തിന് മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങൾ ചെയ്യുവാൻ സമയമായപ്പോൾ ഇറങ്ങി വന്നു. അതുമാത്രമല്ല, അന്ന് ചെയ്ത പാതകത്തിന് ദൈവിക നീതിയും പ്രതികാരവും ദൈവം പെസഹയും ചോരത്തളിയും ആചരിച്ചതിന് രാത്രികാലം ദൈവം ചെയ്തു. ദൈവം ഇസ്രായേലിന്റെ ദേവന്മാരെ വിധിക്കുകയാണ്. അവിടെ വലിയ സമ്പത്തോടുകൂടെ തന്റെ ജനത്തെ ദൈവം പുറപ്പെടുവിച്ചുകൊണ്ട് വരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നിരനിരയായി പോകുന്ന 20 ലക്ഷത്തോളം കാൽനടയായി പോകുന്ന ഒരു വലിയ ജനാവലിയെ പിന്തുടർന്നുകൊണ്ട് ഒരു ഫറവോനും സൈന്യവും പിന്നാലെ വരുമ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരുടെ ഊഴിയ വിചാരകന്മാര് ഇനിയിപ്പം വേല ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ഇവരുടെ പിന്നാലെ ഇവരെ പിടിക്കുവാൻ വരുന്ന ഫറവോനെ സൈന്യത്തെയും കണ്ടപ്പോൾ നിലവിളിക്കുന്നൊരു മോശ വീണ്ടും പറഞ്ഞു കാണും, അല്ലെങ്കിൽ മിറിയം പറഞ്ഞു കാണും, എൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ട ദൈവം വീണ്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ അനുഭവം വന്നു. പക്ഷേ മോശ ചെങ്കടലിനെ പിളർന്ന് മോശയെ ചെങ്കടലിന്റെ അപ്പുറത്തെത്തിച്ചപ്പോൾ
ചെങ്കടൽ അടയുന്നത് കണ്ടപ്പോൾ മോശ അവിടെ പറയുന്നു, ആമേൻ, പുറപ്പാട് പുസ്തകത്തിൽ മോശ ദൈവസന്നിധിയിൽ ഒരു പാട്ട് പാടി. ഇന്നത്തെ പോലെയുള്ള പാട്ടുകളല്ല, സ്തോത്രം, ഇൻസ്റ്റന്റ് ആയിട്ട് പരിശുദ്ധാത്മാവ് കൊടുത്തൊരു പാട്ട് ആമേൻ പാടുകയാണ്. അത് എക്സഡസിൽ നമുക്ക് സമയമുള്ളപ്പോൾ വായിച്ചാൽ മതി. അവിടെ അതിന്റെ 15 ഒന്നാം വാക്യത്തിൽ അവിടെ പറയുന്നത്, മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് തുറമാനമായൊരു പാട്ട് അവിടെ പാടുമ്പോൾ ആ പാട്ട് മിറിയത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുകയാണ്. പെട്ടെന്ന് ഈ ഓർമ്മകൾ അവളുടെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കാം. മിറിയത്തിന് നിൽക്കുവാൻ സാധിച്ചില്ല. ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ, ദൈവത്തിന്റെ വിശ്വസ്തതയെ, ദൈവത്തിന്റെ പ്രവൃത്തിയെ, ദൈവികമായ ഇടപെടലിനെ കണ്ടപ്പോൾ അവിടെ പറയുന്നു, മിറിയാം, അവിടെ അതിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് ആമേൻ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കുകയാണ്. സ്തോത്രം. നൃത്തം ചെയ്യാൻ വേണ്ടി നൃത്തം ചെയ്തതല്ല, ദൈവത്തിന്റെ പ്രവൃത്തി കാണുമ്പോൾ, ദൈവത്തിന്റെ വിശ്വസ്തത തിരിച്ചറിഞ്ഞപ്പോൾ, എൻ്റെ കണ്ണീരിനെ ദൈവം ആമേൻ സ്തോത്രം മാറ്റിയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ വിശ്വസ്തതയെ തിരിച്ചറിഞ്ഞപ്പോൾ ആമേൻ അവിടെ ആ മറിയത്തിന് വെറുതെ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. അവളുടെ കാലുകൾ താനെ ചലിക്കുവാൻ തുടങ്ങി, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. അതേ ദാവീദ് ആ പെട്ടകം ആലയത്തിൽ കടക്കുന്നത് കണ്ടപ്പോൾ ഉള്ളിലുള്ള തീക്ഷ്ണതയും ദൈവത്തിലുള്ള സ്നേഹവും നിമിത്തം ദാവീദ് ആമേൻ അവിടെ ദൈവത്തിന് മുമ്പിൽ ദൈവത്തെ പാടി നൃത്തം ചെയ്ത് ആരാധിക്കുകയാണ്. അവിടെ അവരോടുകൂടെ ആമേൻ ഈ മിറിയം നൃത്തം ചെയ്ത് കണ്ടപ്പോൾ കൂടെയുള്ള സ്ത്രീകൾ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുകയാണ്. അതെ, ഈ ഒരു പല കാര്യങ്ങളെ ഓർത്തിട്ടായിരിക്കാം ദാവീദ് എഴുതിയത്, അവൻ എൻ്റെ വിലാപത്തെ നൃത്തമാക്കും. അന്ന് അത് ചെയ്തുവെങ്കിൽ ഈ ദിവസങ്ങളിലും ദൈവ സ്വഭാവത്തിന് മാറ്റമില്ല. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൻ്റെ മേൽ ഹാലിയ അവസ്ഥകളെ എൻ്റെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും. അതെ, ദൈവം ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്നും തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രവാചകനായ യെരമ്യാവ് വഴി ദൈവം അരുളപ്പാടായി അറിയിക്കുമ്പോൾ, യെരമ്യാ പ്രവാചകൻ വിലാപങ്ങളുടെ പ്രവാചകനെന്നോ അല്ലെങ്കിൽ ദൈവജനത്തെ പലപ്പോഴും അവരുടെ ജീവിതത്തിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന പ്രവാചകനായി തുറമാനമായി നമ്മൾ കാണുമ്പോൾ 31-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, അതിന് 4-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുകയാണ്, ഇസ്രായേൽ കന്യകേ, ജെറമിയ ചാപ്റ്റർ 31:4 it says, ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തും. സ്തോത്രം. അപ്പോൾ ദൈവജനത്തിന്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് അവരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാനും അവരെ ശാസിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ അന്ത്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനി ചേലോട് തപ്പെടുത്ത് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്ന നിലയിൽ നീ പുറപ്പെടും. ഹല്ലേലൂയ. അതെ, അവിടെ അപ്പോൾ ദൈവത്തിന് ആരും ഇവിടെ ആമേൻ കഷ്ടതയും ദുഃഖവുമായിട്ട് മാത്രം ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന കഷ്ടങ്ങളും ശോധനകളും നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ അതിനപ്പുറത്തൊരു ദൈവിക സന്തോഷം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ 126-ാം സങ്കീർത്തനം പറയുകയാണ്, യഹോവ 126 ആമേൻ, യഹോവ സിയോനെ പ്രയാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായി. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായി. അവിടെ പറയുക, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞിരുന്നു. ഞങ്ങളുടെ വായിൽ ചിരി, ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവർക്ക് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നെന്ന് പറയുവാൻ തക്കവണ്ണം അവിടെ ഇടയാകുകയാണ്. ഞാൻ ഈ പറയുന്നതിന്റെ സാരം എന്താണ്? ആരെയും സന്തോഷിപ്പിക്കുവാനും എന്തെങ്കിലുമൊക്കെ മോഹിപ്പിക്കുവാനും വേണ്ടിയല്ല പറയുന്നത്. ഒരു കാര്യം ഉറപ്പുണ്ട്, നമ്മുടെ ദൈവം തൻ്റെ സ്വന്തം മക്കളുടെ ആമേൻ ദുഃഖം കണ്ടിട്ട് അത് കണ്ട് രസിക്കുന്നവനല്ല പിതാവ്. എന്നാൽ ഈ ദിവസങ്ങളും ചില ശകാരവും ശാസനയുമൊക്കെ മക്കൾക്ക് കൊടുത്താലും അതിൻ്റെ അന്ത്യത്തിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് പലപ്പോഴും അത് നൽകുവാൻ തക്ക. ഇസ്രായേലിന്റെ ജീവിതത്തിൽ നോക്കിയാലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിലും നമുക്ക് പ്രത്യാശയോടെ കൂടെ പോകുവാൻ തക്കവണ്ണ യെശയ്യാ പ്രവാചക പുസ്തകം 35 അതിന്റെ 10-ാം വാക്യം കൂടി വായിക്കാം. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും
സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് വിഷയത്തിൽ കൂടെ കടന്നു പോയാലും ദൈവപ്രവൃത്തി, ദൈവം അതിൻ്റെ മേൽ വിടുതലയക്കുവാൻ, അതിൻ്റെ മേൽ കർത്താവ് പ്രവർത്തിക്കുവാൻ, ദൈവിക വഴികളിലേക്ക് നടത്തുവാൻ ദൈവം സർവശക്തനായി ഇന്നും വിശ്വസ്തനായിരിക്കുന്നു. പക്ഷേ അതിനിടയിൽ ഈ പ്രവൃത്തി കണ്ടിട്ടാണ് ഇസ്രായേൽ മക്കൾ സത്യത്തിൽ സന്തോഷിച്ചത്. പഴയ നിയമത്തിൽ പലപ്പോഴും അങ്ങനെയായിരുന്നു. ഈ പ്രവൃത്തി കാണുന്നിടം വരെ ദൈവസന്നിധി നിലവിളിച്ചുകൊണ്ടിരുന്നു. അവരൊരു പക്ഷേ ദൈവത്തോട് മറുതലിച്ച് കാണും. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശകൾ കടന്നു വന്ന് കാണും. പക്ഷേ ഒരു കാര്യം ഇന്ന് ഉറപ്പുണ്ട്, എൻ്റെ ദൈവം ഞാൻ കടന്നു പോകുന്ന ഏതെങ്കിലും ഞാൻ സുഖകരമായ അവസ്ഥയിലാണ് പോകുന്നതെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു നാളും കുലുങ്ങി പോവുകയില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ, ജീവിതത്തിലേക്ക് ചിലപ്പോൾ ആഞ്ഞടിക്കുന്ന തിരമാലകളും അവൻ കടന്നു വന്ന കൊടുങ്കാറ്റുകൾക്ക് മുമ്പിൽ പലപ്പോഴും ദൈവജനത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങൾ വരാം. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു, നിങ്ങൾ എത്ര വലിയ തകർന്ന അവസ്ഥയിലാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അനുഭവിച്ച അനേകരുണ്ട്. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകും. എന്നെ അതിൽ നിന്നും അവൻ ചവാറായ ശേഷിപ്പുകളെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ദൈവം, അവൻ ചതഞ്ഞ ഓടയെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, ഈ ദിവസങ്ങളിലും അവൻ ചണ്ടിക്കൂമ്പാരങ്ങൾക്ക് ജീവൻ കൊടുക്കുവാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്നും ആ എന്ത് അവസ്ഥയെന്ന് he can save you from the lowmost to the uttermost, ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഏത് അവസ്ഥ ഫ്രം ദ ഒരു ദൈവദാസൻ പറഞ്ഞത്, അത് ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, അട്ടമോസിന് ഏറ്റവും ഉയരങ്ങളിലാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തോളം നമ്മൾ എത്തിക്കാൻ കഴിയുന്ന ദൈവം. ഒരു ദൈവദാസ മദ്യപാനിയായിരുന്നു. അദ്ദേഹം പലപ്പോഴും കർത്താവിനെ അറിയാതിരുന്നപ്പോൾ രാത്രികാലങ്ങളിൽ ഭവനത്തിൽ ചെല്ലാതെ ഗട്ടറിൽ പോയി കിടക്കുന്ന അനുഭവമായിരുന്നു. അവിടുന്നാണ് പലപ്പോഴും പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശുവിനെ അറിഞ്ഞപ്പോൾ എൻ്റെ യേശു എന്നെ ഗട്ടർ മോസ്റ്റിൽ നിന്ന് എന്നെ അട്ടർ മോസ്റ്റിൽ കൊണ്ടുപോയി. സ്തോത്രം. ആ ദൈവത്തെ ഞാൻ ആരാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് അവസ്ഥയിലാണെങ്കിലും ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ വിടുവിച്ച് ഉയർന്ന പാറയായിരിക്കുന്ന ക്രിസ്തുവിലാക്കി തീർക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആ ദൈവിക വിടുതലിനെ, ദൈവിക പ്രവൃത്തിയെ ദൈവം കൊണ്ടുവരുവാനിടയാകും. പക്ഷേ ഈ ദൈവപ്രവൃത്തി കാണുന്ന അവസ്ഥ വരെ നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പലപ്പോഴും പലരും ചോദിക്കുന്നത്. ശരിയാ, വാഗ്ദത്തമുണ്ട്. പക്ഷേ പാസ്റ്ററെ, സഹോദര, ഞങ്ങൾ എങ്ങനെ ഈ വിഷയത്തിന് മേൽ ഞങ്ങൾക്ക് എങ്ങനെ ജീവിതം പോലും മടുത്തു പോവുകയാണ്. സ്തോത്രം. പലരും പറയാവുന്ന കാര്യം നമ്മൾ തന്നെ ഒരു പക്ഷേ പറഞ്ഞേക്കാം. പലപ്പോഴും അവൻ നിൽക്കുന്ന പ്രശ്നത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനമൊക്കെ അറിയാം. പക്ഷേ അതിന്റെ മുമ്പിൽ നിൽപ്പോൾ നിരാശയുടെയും താഴ്ചയുടെയും അനുഭവത്തിൽ ആയിപ്പോകുന്ന അനുഭവം, പലപ്പോഴും നിരാശയും ദുഃഖവും വേദനയും പലപ്പോഴും ഏകാന്തതകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എനിക്കതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും മാനസിക നിലവാരങ്ങൾ തകർന്നു പോകുന്നവരുണ്ട്. പക്ഷേ കർത്താവ് പറയുകയാണ്, കഷ്ടങ്ങളെ ജയിച്ചവനാണ് ഞാൻ. സ്തോത്രം. നമ്മൾ കടന്നു പോകാത്തതായിട്ടുള്ള ഒരു കഷ്ടവും കർത്താവിന്റെ ജീവിതത്തിലില്ല. നമ്മൾ കടന്നു പോകാത്ത അനവധി കഷ്ടങ്ങളുടെ യേശു കർത്താവ് കടന്നു പോയിട്ടുണ്ട്. സ്തോത്രം. തന്റെ സ്വന്തം ഭവനക്കാരാൽ തള്ളപ്പെട്ടവനായി തീർന്നവനാണ്. അങ്ങനെ ഒരു നിരവധി കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അതിലേക്ക് കടന്നു പോകാൻ നമുക്ക് സമയത്തിന്റെ പരിമിതികളുണ്ട്. പക്ഷേ ഇന്ന് കേൾക്കുന്ന പലരും അനുഭവിക്കാത്ത ദുഃഖങ്ങളും വേദനകളും കഷ്ടങ്ങളും കർത്താവ് യേശു ക്രിസ്തു കടന്നുപോയൊരു വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥകളെ നോക്കി സഹതാപം കാണിക്കാൻ കഴിയാത്ത ദൈവമല്ല യേശു. സ്തോത്രം. അവൻ എംപതൈസ് ചെയ്യുന്ന ദൈവമാണ്, സിംപതൈസ് ചെയ്യുന്ന ദൈവമല്ല യേശു. he knows exactly what you're going through. നിങ്ങൾ കടന്നു പോകുന്ന എന്ത് വേദനിക്കുന്ന അനുഭവമാണെങ്കിലും അതേ വേദന അതുപോലെ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ പിതാവിനോ മാതാവിനോ അറിയത്തില്ല. പക്ഷെ അറിയുന്നവൻ ഒരുവനുണ്ട്. ആ അറിയുന്ന ആ വ്യക്തിയുടെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. ആ യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് മാത്രമല്ല, എന്നെ പോലെ മനുഷ്യനായി പിറന്നു എന്ന് മാത്രമല്ല, ഞാൻ അനുഭവിച്ച പോലെയുള്ള അതേ അനുഭവങ്ങളിൽ എൻ്റെ യേശു കടന്നു പോയിട്ടുണ്ട്. അത് മാത്രമല്ല, അതിൽ തന്നെ വിടുവിക്കുവാനും ആ കർത്താവിന് കഴിയും. സ്തോത്രം. അങ്ങനെ
ആണോ? ദൈവഭക്തന്മാർ കടന്നുപോയ അനുഭവങ്ങളിൽ വിശ്വാസി അല്ലെങ്കിൽ ശക്തമായ ദൈവകരങ്ങൾക്ക് ഉള്ളിൽ ഉപയോഗിക്കപ്പെട്ട അനവധി വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന അനുഭവങ്ങളിൽ നിൽക്കുമ്പോൾ പലപ്പോഴും എങ്ങനെ മറികടക്കാൻ കഴിയാതിരിക്കുമ്പോൾ യോബ് പറയുന്നൊരു കാര്യമുണ്ട്. യോബിന് വന്ന കഷ്ടം ആർക്കും വന്നിട്ടില്ല. സ്തോത്രം. നമ്മൾ പലർക്കും. പക്ഷെ അദ്ദേഹം അവസാനം നിരാശപ്പെട്ടു പോയി. അദ്ദേഹം പറയാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാത്തത് ഉദരത്തിൽ നിന്നും. അതേ യോബിന്റെ പുസ്തകം 3:11 അദ്ദേഹം പറയാണ്, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാതെയും ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ പ്രാണൻ പോകാതെ ഇരുന്ന് എന്തുകൊണ്ടെന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, യോബ് തന്റെ രട്ടുടുത്ത് യോബ് കിടക്കുമ്പോൾ അടുത്ത നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഒരു പ്രകാശനം കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഞാൻ ദേഹസഹിതനായി മണ്ണോട് മണ്ണായി തീർന്നാലും ആ കുപ്പയിൽ നിന്നും ആ പൊടിയിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ എനിക്കുണ്ടെന്ന് പറഞ്ഞ് ആ നിരാശയിൽ നിന്ന് അദ്ദേഹം പുറത്തു വരികയാണ്. അതിനുശേഷമാണ് ദൈവപ്രവൃത്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിന് മേൽ വെളിപ്പെടുന്നത്. പലപ്പോഴും ദാവീദ് തന്റെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാമായിരുന്നു. ഞാൻ പറന്നുപോയി എവിടെയെങ്കിലും പോയി വിശ്രമിക്കുമായിരുന്നു. മാനസിക നിലവാരങ്ങൾ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങൾ, പലപ്പോഴും ഞെരിഞ്ഞരും അമരുന്ന അനുഭവങ്ങൾ, പലപ്പോഴും ഒരു പുക പോലെ പലപ്പോഴും അണഞ്ഞു പോകുമെന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ. സ്തോത്രം. അവിടെ പറയുകയാണ്, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടി കെഞ്ചുന്ന അനവധി പേരുണ്ട്. ഏലിയ പ്രവാചകൻ ശക്തമായ ദൈവകരങ്ങൾക്കുള്ളിൽ പ്രയോജനപ്പെട്ട ദൈവദാസനായിരുന്നു. ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത തലങ്ങളിൽ ശക്തമായി തന്റെ മഴയെ വിളിച്ചു വരുത്തുവാനും ആകാശമണ്ഡലങ്ങളും തീയിറക്കുകയും ചെയ്യുന്ന ശക്തനായ ഒരു പ്രവാചക അഭിഷക്തനായിരുന്ന ഏലിയാവ് ആയിരുന്നപ്പോൾ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു തിരുവചനം പറയുമ്പോൾ അവിടെ പറയുന്നു, ഏലിയാവിന് അറിയാമായിരുന്നു ഏലിയാവ് എടുക്കപ്പെടും, ദൈവം എടുക്കപ്പെടുമെന്ന ദൈവിക വാഗ്ദത്തമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഒരു ഇസബലിന്റെ ഭീഷണിക്ക് മുമ്പിൽ അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറയുകയാണ്, അവിടെ ഇരുന്ന് അദ്ദേഹം മരിപ്പാൻ ഇച്ഛിച്ചു. മതി യഹോവേ, ഇത് മതി, ഇപ്പോൾ മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ച് നിലവിളിക്കുമ്പോൾ അത് കണ്ടിട്ട് വെറുതെ ഇരിക്കുന്ന ദൈവമല്ല, അതേ ദൈവം ഒരു ദൂതനെ അയക്കുകയാണ് തന്റെ പ്രവാചകന് വേണ്ടി. പലപ്പോഴും ജീവിതത്തിൻ്റെതായ മധ്യാഹ്ന അനുഭവങ്ങൾ, അതേ കത്തി ഉയരുന്ന ചൂടിന്റെ അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ മരുഭൂ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഒരു ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവ് യേശു ക്രിസ്തു പോലും തന്റെ അസ്ഥികൾ എണ്ണി നോക്കുവാൻ തക്ക ഇടയായി എന്ന് പറഞ്ഞ് സങ്കീർത്തനം യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ പല വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനവധി വ്യക്തി ജീവിതങ്ങൾ പലപ്പോഴും ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിൽക്കുന്ന മണ്ഡലങ്ങൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം പലപ്പോഴും നിരാശപ്പെട്ട് തൻ്റെ ജീവിതം പോലും മടുത്തു പോകുന്ന അനുഭവങ്ങളിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിടുതൽ, നമ്മുടെ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വരുന്നിടം വരെ നമ്മളെ നടത്തുവാൻ ദൈവം ഈ കാലഘട്ടങ്ങളിൽ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ, ഈ നൂറ്റാണ്ടിൽ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു വന്നതിന് ശേഷം തന്റെ ജനത്തിന്റെ കഷ്ടത ഉണ്ടെങ്കിലും ആ കഷ്ടയുടെ മധ്യത്തിലും സന്തോഷത്തോടെ ആർപ്പിടുവാൻ കഴിയുന്ന ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ അത് ഒരു കൂട്ടം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസ സമൂഹം മാത്രമേ ഉള്ളൂ. അവർക്ക് വിടുതൽ വിഷയമല്ല. വിടുതൽ വന്നാലും വന്നില്ലെങ്കിലും അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അവർ നിലവിളിച്ച് കരയും അനുഭവങ്ങൾ വന്നേക്കാം, പക്ഷേ ദൈവിക വാഗ്ദത്തങ്ങൾ അവരെ കാത്തിരിക്കുന്നുവെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവ സന്നിധിയിൽ കൊള്ള കണ്ടുകിട്ടിയ പോലെ സന്തോഷിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് തരും. ഈ ലോകം നമുക്ക് തരുന്നത് സന്തോഷമാണോ? അതേ ദൈവം നമുക്ക്, ലോകം ഇംഗ്ലീഷിലാണ് അതിന്റെ കറക്റ്റ് വേർഡ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിൽ അതേ എന്നെ നമ്മൾ കുറിവാക്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇരിക്കുക, എൻ്റെ വിലാപത്തെ നൃത്തമാക്കി എനിക്ക് രട്ടഴിച്ച് എന്നെ സന്തോഷം ഇടുവിപ്പിച്ചിരിക്കുന്നു. യെസ്, അവിടെ പറഞ്ഞിരിക്കുന്നത് അത് ദൈവം ഒരു ഭക്തന്റെ ജീവിതത്തിൽ കൊടുക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവം കൊടുക്കുന്നത് ജോയ് ആണ്. ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ, അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ലോകം കൊടുക്കുന്നത് ഹാപ്പിനെസ് ആണ്,
അത് അല്പസമയം കഴിയുമ്പോൾ പോകും. പക്ഷേ യേശു ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം കൊടുക്കുന്ന നമുക്ക് ലഭിക്കുന്നതാണ് ജോയ്. ഹാപ്പിനെസ്സും ജോയും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് നമുക്ക് ചിന്തിച്ചേക്കാം. പക്ഷേ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഒരു പ്രത്യേക അവസ്ഥയിൽ ചില വിടുതലുകൾ ലഭിക്കുമ്പോൾ, പുതിയ കാർ ലഭിക്കുമ്പോൾ, ഒരു വീട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കടഭാരം മാറുമ്പോൾ, ഒരു രോഗസൗഖ്യം നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. സ്തോത്രം, അത് ഹാപ്പിനെസ് ആണ്. പക്ഷേ ഇത് എന്നേക്കും നിലനിൽക്കണമെന്നില്ല. ജീവിതത്തിൻ്റെതായ വിഷയങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ വരുന്ന പ്രായോഗികമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ നേരിടുന്ന വിഷയങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും തളർന്നു പോകുന്ന അനുഭവങ്ങൾ അനേകരുടെ ജീവിതത്തിൽ വരും. എത്രയോ വിടുതലുകൾ നമ്മളെ ജീവിതത്തിൽ അനുഭവിച്ചവരാണ് പലരും. പക്ഷെ ഇന്നും യഥാർത്ഥത്തിൽ ദൈവിക വിശ്വാസിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യചിഹ്നമുണ്ട്. ഇന്ന് ദൈവസന്നിധിയിൽ കർത്താവ് യേശു ക്രിസ്തു വിളിച്ചിരിക്കുന്നത് ദൈവിക സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ വേണ്ടിയാണ്. അത് അവസ്ഥയ്ക്കപ്പുറമായി കർത്താവ് ചിലരുടെ ഉള്ളങ്ങളിലേക്ക് പകരുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്, ദൈവത്തിന് ആഗ്രഹമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അത് കേൾക്കുന്ന നിങ്ങൾക്ക് മാത്രമല്ല, ഈ പറയുന്ന എൻ്റെ ജീവിതത്തിലും അത് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് അനുഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിലധികമായി അത് അനുഭവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സന്തോഷം കണ്ടിട്ട് ചുറ്റുമുള്ളവർ പറയണം, ആമേൻ, ഇവരുടെ ജീവിതത്തിൽ എന്താണ് സന്തോഷം. വിശ്വാസിയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഇന്ന് പലപ്പോഴും അതിനകത്ത് എന്തുമാത്രം സന്തോഷം ഉണ്ടെന്ന് അറിയത്തില്ല. പലർക്കും ഇന്ന് BP ഹൈ ആണ്, ഷുഗർ ഹൈ ആണ്, ആമേൻ, പലവിധമായ ഭാരങ്ങളുമായിട്ട് തല കുനിഞ്ഞു പോകുന്ന അനേക വിശ്വാസ സമൂഹത്തിന്റെ ആമേൻ മധ്യത്തിലായിരിക്കുമ്പോൾ അതിലൊരു കൂട്ടമായി മാറുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഈ ദിവസങ്ങൾ ജയിച്ചു മുന്നേറുന്നവരായി തീരുവാൻ, പ്രതികൂലത്തിന്റെയും കഷ്ടത്തിന്റെയും ദുഃഖങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിൽ കർത്താവിൽ സന്തോഷിക്കുവാൻ ആണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതേ, അവിടെ തിരുവചനം പറയുകയാണ്, അതേ സന്തോഷമാണ്, അതേ ഏകദേശം ഹാപ്പിനെസ് എന്ന് ഗ്രീക്കിലും അന്ന് ഞാൻ പറയുന്നത് അതിലേക്ക് പോകുന്നില്ല, അതിലേക്ക് പോയിട്ട് കാര്യവുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഹാപ്പിനെസ് എന്ന വാക്ക് ദൈവവചനത്തിനകത്ത് 30 പ്രാവശ്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. തെറ്റോ ശരിയോ എന്തുമാകട്ടെ. പക്ഷേ ജോയ് എന്ന് പറഞ്ഞിരിക്കുന്നത് 300 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പൊ 100 പ്രാവശ്യം കൂടുതൽ, 100% കൂടുതൽ, അല്ലെങ്കിൽ ഇൻറ്റു 100, അതെ 100 ഇരട്ടി പ്രാവശ്യം 10 ഇരട്ടി കർത്താവിലുള്ള ജോയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് പുതിയ നിയമത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ കർത്താവിൽ സന്തോഷത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പ്രത്യേക അവസ്ഥയെ ബേസ് ചെയ്തല്ല, ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും സന്തോഷിക്കുവാനൊരു മനസ്സ്, അതെ കർത്താവ് നമുക്ക് തരിക. അത് ജഡത്തിൻ്റെതായ സുഖങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമുണ്ട്, സിഗരറ്റ് വലിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട്, മദ്യം കുടിക്കുമ്പോൾ സന്തോഷമുണ്ട്, നൃത്തം ചെയ്ത് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അത് ജഡത്തിൻ്റെതായ സന്തോഷമാണ്. അതൊക്കെ അത് തീരുമ്പോൾ തീരുകയാണ്, അതോടുകൂടെ കത്തിയമരുകയാണ്. പക്ഷേ ഒന്നുമില്ലെങ്കിലും മരുഭൂയാത്രയിലും ശൂന്യതയുടെ മധ്യത്തിലും ആർക്കും തരാൻ കഴിയാത്തൊരു സന്തോഷം തരുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അത് സ്പിരിച്വലാണ്. ഇറ്റ്സ് കമ്മിങ് ഫ്രം ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്വം കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ആമേൻ, അവിടെ മറ്റൊരു വാക്യം പറഞ്ഞിരിക്കുന്നത് ലോകത്തിൻ്റെതായ സന്തോഷത്തിന് പിന്നാലെ അദ്ദേഹം പോയത് ദൈവജനത്തിന്റെ കൂടെ കഷ്ടം അനുഭവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ലോകത്തിൻ്റെതായ മോടികളിൽ നിന്ന് വരുന്ന സന്തോഷം, കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വരുന്ന സന്തോഷമുണ്ട്, ജഡത്തിന്റെ സുഖത്തിൽ നിന്ന് വരുന്ന സന്തോഷമുണ്ട്. ഇതെല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ ആരും പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ സഭാപ്രസംഗിയിലേക്ക് പോകുമ്പോൾ ശലോമോൻ എന്ന വ്യക്തി എഴുതുന്ന ഒരു ഭാഗമുണ്ട്. അത് പലപ്പോഴും പലരും വായിക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു ഭാഗമാണ്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ശലോമോൻ ഇതെല്ലാം അനുഭവിച്ച വ്യക്തിയാണ്, ദൈവത്തോട് അടുത്ത് നിന്ന വ്യക്തിയാണ്. അവിടെ അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞു? വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചു കൊള്ളുക. എന്നാൽ അത് മായ തന്നെ. ഞാൻ ചിരിയെക്കുറിച്ചത് ഭ്രാന്തെന്ന്, സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലമെന്നും ഞാൻ പറഞ്ഞു.
അതിന് കാരണം മറ്റൊന്നുമല്ല, ജീവിതത്തിൽ ലഭിക്കാവുന്ന പരമോന്നത സന്തോഷം അദ്ദേഹം അനുഭവിച്ചു ജഡത്തിൽ. അദ്ദേഹം അതിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു കാര്യമുണ്ട്, കിട്ടിയെങ്കിൽ വായിക്കാം. ഇത് നിഷേധിച്ചില്ല, എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല. എൻ്റെ സകല പ്രയത്നവും നിമിത്തം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇത് തന്നെ. അവിടെ പറയുകയാണ്, ഞാൻ കണ്ണാഗ്രഹിച്ചതൊക്കെ ഞാൻ നിഷേധിച്ചില്ല, എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല. കിട്ടാവുന്ന സന്തോഷം മുഴുവൻ അദ്ദേഹം അനുഭവിച്ചു. അതിൻ്റെ 3 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്നതിനെ പറ്റി ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതെ, അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം അതെല്ലാം ചെയ്തിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം പറയും, ഇതെല്ലാം മായയാണ്. ഇതെല്ലാം അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, അടുത്ത അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതെല്ലാം മായയായിരുന്നു. അവിടെ 2-ാം വാക്യത്തിന്റെ 3 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, മഹാപ്രവർത്തികളെ അദ്ദേഹം പറഞ്ഞു, ഭോഷത്വം കൊള്ളുവാനും എൻ്റെ മനസ്സ് നിരൂപിച്ചു. ഞാൻ മഹാപ്രവർത്തികളെ ചെയ്തു. എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി, തോട്ടക്കളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയെ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു, വൃക്ഷം വെച്ചു പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങൾ കുഴിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാർ എനിക്കുണ്ടായിരുന്നു. യെരൂശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഏവരിലെയും അധികം ആടുമാടുകളായ സമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. അദ്ദേഹം സ്ത്രീധനം മാത്രമല്ല, സ്ത്രീജനത്തെ വരെ സമ്പാദിച്ച വ്യക്തിയാണ്. പക്ഷെ ഇതെല്ലാം സമ്പാദിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതെല്ലാം മായയാണ്. സ്തോത്രം. ഇതൊക്കെ തീർന്നു പോകുന്നു. പക്ഷെ എനിക്കതിനകത്തൊന്നും ഒരു സമാധാനം കിട്ടുന്നില്ല. എനിക്ക് യഥാർത്ഥത്തിൽ ഒരു സന്തോഷം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല. പക്ഷേ ആമേൻ, ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, യഥാർത്ഥത്തിലുള്ള സന്തോഷം ഇതല്ല. ഇതിലൊന്നും നമുക്ക് അല്പനേരത്തെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ കർത്താവിൽ യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് ഒരുവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. കാരണം യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ലോകത്തിന് ദൂതന്മാർ ഇറങ്ങി വന്ന് പാട്ടുപാടുന്നത് നമുക്ക് കാണുവാൻ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ലോകത്തിനുള്ള ഭൂമിയിലുള്ള മാനവരാശിക്ക് സമാധാനം. അവിടെ സ്വർഗത്തിന്റെ ഒരു മഹാസന്തോഷം ഞങ്ങൾക്ക് അറിയിക്കുവാനുണ്ട് എന്ന് പറയുമ്പോൾ, മറ്റൊന്നുമല്ല, കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നത് മറ്റൊന്നും വേണ്ടിയല്ല, ഒരു മഹാസന്തോഷത്തെ തൻ്റെ ജനത്തിന് കൊടുക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലും ആ കർത്താവിനെ അറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. അത് ഈ ദിവസങ്ങൾ അനുഭവിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുകയാണ്. അതെ, ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ സന്തോഷപ്രദം സമാധാനപരവുമായ ലോകത്തിന് തരുവാൻ കഴിയാത്തൊരു സന്തോഷം. അതെ, വീഞ്ഞും ധാന്യത്തിനും തരുവാൻ കഴിയാത്തൊരു സന്തോഷം, ഈ ലോകത്ത് എന്തെല്ലാം നേടിയാലും കിട്ടിയാത്തൊരു സന്തോഷം, അത് പ്രദാനം ചെയ്യുവാൻ ഹിമാലയത്തിൽ പോകണ്ട, എങ്ങും പോയി തപസ്സിരിക്കണ്ട, അത് കർത്താവ് യേശുവിന്റെ അടുക്കൽ വന്നാൽ മതി. നെഹമ്യാ പ്രവാചകൻ പറയുകയാണ്, അദ്ദേഹം ദൈവജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതേ ഒരു തിരിച്ചറിവിന് വേണ്ടി പറയുകയാണ്, നമ്മുടെ ജീവിതത്തെ ഏറ്റവും വലിയ സ്തോത്രം, നമ്മുടെ ബലമെന്ന് പറഞ്ഞാൽ കർത്താവിൽ സന്തോഷിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കണം. ഞാൻ കിടക്കുന്നത് ജയിലറയിലാണ്. ഇന്നത്തെ ജയിൽ പോലെയുള്ള ജയിലല്ല, ഇന്ന് AC വരെയുള്ള ജയിലുകളുണ്ട്. അന്ന് കരിങ്കൽ, ഒരുപക്ഷെ തണുത്തുറഞ്ഞ കരിങ്കൽ ഭിത്തികളോ അല്ലെങ്കിൽ സ്തോത്രം വാസയോഗ്യമായ സ്ഥലങ്ങളോ, കാറ്റ് വായു വെളിച്ചവും കിടക്കാത്ത സ്ഥലങ്ങളിലായിരുന്നു പലപ്പോഴും അവരെയൊക്കെ കൊണ്ടിട്ടിരുന്നത്. പക്ഷെ അവിടെ കിടക്കുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർത്ത് കരയരുത്. കാരണം ഇദ്ദേഹത്തിന് അറിയാം, ദൈവജനം നിരാശപ്പെട്ടു പോയാൽ പരീക്ഷണങ്ങളും പരീക്ഷകളും പീഡനങ്ങളും കൂത്തുകാഴ്ചകളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ആവശ്യം സമാധാനവും സന്തോഷവുമാണ്. അതേ, എന്ത് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് കടന്നുപോയതിന്, അല്ലെങ്കിൽ ഈ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും കർത്താവ് മരിച്ചതിന് ശേഷം പലരും നിരാശപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ കർത്താവ് വന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ ആരുമില്ലെങ്കിലും
യേശുക്രിസ്തു തന്റെ ഭൂമിയിലുള്ള തന്റെ ജനത്തിന്, തന്റെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന ഒരു കാര്യം സമാധാനമാണ്. അത് മറ്റൊന്ന് സന്തോഷമാണ്. അത് അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ഭാഗ്യ പദവിയുള്ള ഒരു ദൈവജനമാണ് ദൈവസഭ. അത് ഈ ദിവസങ്ങൾ ഏറ്റവും വലിയ സന്തോഷം ആമേൻ കാണേണ്ടത് ദൈവസഭയ്ക്കകത്ത് വരുമ്പോഴാണ്. ഒരു അന്യജാതിക്കാരൻ നമ്മളെ വലിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിലേക്ക് കടന്നു വരാത്ത, വിശ്വാസം യഥാർത്ഥ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം ആമേൻ ഒരു വിശ്വാസിയെ കാണുമ്പോൾ കാണേണ്ടത് കർത്താവിലുള്ള സന്തോഷവും അവരുടെ സ്നേഹവുമാണ് അവരെ വ്യത്യസ്തരാക്കി മാറ്റുന്നത്. ഈ ദിവസങ്ങളിലും കർത്താവിലാണ് നമ്മുടെ സന്തോഷം. കർത്താവ് അവിടെ പറയുക, നിങ്ങൾ ദുഃഖിക്കരുത്, ആമേൻ, യഹോവയുള്ള സന്തോഷം നിങ്ങളുടെ ബലമാകുന്നല്ലോ. നമ്മുടെ ബലം എന്താണ്? കർത്താവിലുള്ള സന്തോഷമാണ്. ഇന്ന് ആരെങ്കിലും നിരാശയോടെ, ദുഃഖത്തോടെയോ ഭാരത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, നാളുകളായി, വർഷങ്ങളായി ഞാൻ ജനിച്ച സമയം അവസ്ഥയ്ക്ക് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, പക്ഷെ ഒരു കാര്യം എനിക്ക് ആമേൻ വിശ്വാസം പറ, എൻ്റെ ഈ ദൈവത്തിന് ആർക്കും തരാൻ കഴിയാത്ത സന്തോഷം. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ശാരീരികമായ വൈകല്യങ്ങളുള്ളവരായിരിക്കാം, പക്ഷേ എല്ലാം തികഞ്ഞവർക്ക് കിട്ടാത്തൊരു സന്തോഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് നൽകുവാൻ കഴിയും. നിത്യതയെ പറ്റിയുള്ള യഥാർത്ഥത്തിൽ വെളിപ്പാട് ദൈവം നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയാകും. അത് യഹോവയെങ്കിലുള്ള സന്തോഷമാണ് നമ്മുടെ ബലം. കർത്താവിൽ അവൻ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ എന്ന് പറയുന്ന അപ്പോസ്തലനായ പൗലോസ് മറ്റൊരു കാര്യം പറയുകയാണ്, കർത്താവിൽ നമുക്ക് ബലപ്പെടാം, കർത്താവിന്റെ ആത്മാവിൽ നമുക്ക് നിറയാം, അല്ലെങ്കിൽ ശാരീരികമായിട്ട് നമുക്ക് ബലപ്പെടാം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും നമുക്ക് സന്തോഷം ഇല്ലെങ്കിൽ ജീവിതം വ്യർത്ഥമായി തീരും. അതേ, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രത്യാശ, അത് സന്തോഷം, അത് നൽകുന്നതാണ് സന്തോഷം. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സന്തോഷിപ്പിൻ. അദ്ദേഹം വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിപ്പിൻ. അപ്പൊ ഈ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ ആണ് ദൈവം നമ്മളെ വിളിച്ചതെങ്കിലും പലപ്പോഴും ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കേൾക്കാത്ത വിശ്വാസികളുടെ ജീവിതത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകുവാനും ഞാനിത് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, യേശുക്രിസ്തു ആണ് ഈ ഭൂമി ഏറ്റവും അധികം സന്തോഷം അനുഭവിച്ചിരുന്ന വ്യക്തി. ഇന്ന് ഈ സന്തോഷത്തിന് വേണ്ടിയാണ് നെടുമ്പാട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ജനം പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്ര സുഖം അനുഭവിച്ചിട്ടും എത്രയധികം ജഡികമായ സുഖങ്ങൾ അനുഭവിക്കുന്നതനുസരിച്ച് വീണ്ടും അതിലേറെ അനുഭവിക്കുവാൻ പോയി ദൈവിക പാപങ്ങളിലേക്ക് വീണു പോകുന്ന ഒരു സമൂഹം ഇന്ന് ഈ ഭൂമിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കിട്ടിയിട്ടും അത് പോരാതെ വരുന്ന, ഒന്നിലും സമാധാനവും സന്തോഷം കണ്ടെത്തുവാൻ കഴിയാതെ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം പണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് ദൈവജനം ഇതൊന്നും കണ്ട് കണ്ണഞ്ചി പോകരുത്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം അതൊന്നുമല്ല. നമ്മുടെ സന്തോഷം കർത്താവിലുള്ള സന്തോഷമാണ്. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം മറ്റാരുമല്ല, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സന്തോഷം. ആർക്കും അത് നിങ്ങൾ എടുത്തു മാറ്റാൻ കഴിയത്തില്ല. കിട്ടിയ നന്മ നഷ്ടപ്പെട്ടു പോയാലും ഇന്ന് നിങ്ങൾ ഭാരപ്പെടരുത്, ദുഃഖിക്കരുത്. ഇന്ന് കർത്താവ് നിങ്ങളുടെ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ, നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ഈ ദിവസങ്ങൾ ദൈവം തൽപരനാണ്. ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കേണ്ട സമയമാകുമ്പോൾ പ്രവർത്തിക്കും. പക്ഷേ ജീവിതം അവസാനിപ്പിക്കുവാൻ പോലും തീരുമാനിച്ച ചില ദൈവിക വിശ്വാസികളെ, ദൈവദാസന്മാരെ നമുക്കറിയാം, വളരെ ചുരുക്കം. പക്ഷേ ചിലർ വിഷാദ രോഗം ബാധിതരായി തീർന്നിട്ടുണ്ട്, ഡിപ്രഷനിലേക്ക് പോയവരുണ്ട്. പക്ഷെ ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇത് പൈശാചികമായ ഒരു പദ്ധതിയാണ്. ദൈവജനത്തെ ഈ ദിവസങ്ങളിലും ഈ വിളിയും ഈ വിശ്വാസത്തിലേക്കും വന്നിരിക്കുന്ന ദൈവജന എത്ര വലിയ പ്രതികൂലത്തിന്റെ കാറ്റടിച്ചാലും എത്ര വലിയ അവര് വിശ്വാസ സമൂഹത്തെ പറ്റി ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ അവർ കടന്നുപോയ അനുഭവങ്ങളെ പറ്റി 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പല വിധത്തിലുള്ള പ്രശ്നങ്ങളോട് അവർ കടന്നുപോയി. ഒരു കൂട്ടം വലിയ സാഹസികന്മാരെ പറ്റി എഴുതിയിട്ടുണ്ട്, വിശ്വാസത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തവരെ പറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ഒരു കൂട്ടം ജനമുണ്ട് കേട്ടോ. സൈന്യങ്ങൾ ഓടിക്കുകയും സ്ത്രീകൾക്ക് മരിച്ചവരെ തിരിച്ചു കിട്ടുകയോ ചെയ്തവരുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗത്ത് അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്ന ഒരു കൂട്ടം ജനമുണ്ട്, അവർ പോയത് കഷ്ടങ്ങളിലൂടെയായിരുന്നു. അവർക്ക് കിട്ടിയെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് വായിക്കാം. 36-ാം വാക്യം അവിടെ പറയുന്ന തടവ്, ചമ്മട്ടി, ചങ്ങല,
ഇയാളുടെ പരീക്ഷ അനുഭവിച്ച് കല്ലേറുകൊണ്ട് ഈർച്ചവാള അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ വിളപ്പുകളും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യം ആയ. ഹല്ലേലൂയ. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു ദൈവത്തിങ്കിൽ നിന്നും. അവരെ നിരാശപ്പെട്ടു പോയില്ല. നമുക്കാർക്കും ഇങ്ങനെയുള്ള അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവൻ സ്തോത്രം, അതുപോലെയുള്ള അനുഭവം ഇന്നാർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ അവരുടെ മുഖത്തോട് നോക്കി ഒരു കാര്യം ഉണ്ടായിരുന്നു, അവർക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു, ഒരു ദൈവിക സന്തോഷം, ഒരു ദൈവിക തേജസ് അവരുടെ മുഖത്ത് കാണുവാൻ സാധിക്കുമായിരുന്നു. സ്തോത്രം. സത്യവിശ്വാസത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതിന്റെ പിന്നാലെ അല്ല, നമ്മൾ ലോകത്തിന്റെ പിന്നാലെ ഓടുവാനല്ല. രണ്ടും കൂടെ പിടിച്ചുകൊണ്ട് പോയാൽ പലപ്പോഴും സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ശമരിയാക്കാരിയായ സ്ത്രീ വരുമ്പോൾ യേശു ക്രിസ്തു അവളോട് പറഞ്ഞു, മകളെ, നീ ജീവിതത്തിൽ ഒരുപാട് ഓടി, സന്തോഷത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി നീ ഓടി. നിനക്ക് അനവധി ഭർത്താക്കന്മാരുണ്ടായിരുന്നു, പക്ഷെ അവിടെയൊന്നും നിന്റെ ജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. സ്തോത്രം. ലഭിക്കാന്ന് എല്ലാം നീ സുഖം അനുഭവിച്ചു, ചെയ്യാമേ കഴിയുന്നിടത്തെല്ലാം പോയി. സ്തോത്രം. ലഭിക്കാവുന്ന സന്തോഷം കിട്ടുവാൻ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കി. ചില സന്തോഷം കിട്ടുന്ന മരുന്ന് കിട്ടുമ്പം അത് കഴിച്ചിട്ട് സന്തോഷമില്ലാത്ത, അത് കഴിച്ചത് അതിന് ഗ്യാസ് പോകുമ്പോഴത്തേക്കും അത് സന്തോഷം അതോടുകൂടി തീരുകയാണ്. പക്ഷേ യേശുക്രിസ്തു പറയുകയാണ്, ആ സ്ത്രീയോട് പറയുകയാണ്, യോഹന്നാൻ സുവിശേഷം 4:13 പറയുകയാണ്, സ്ത്രീയെ യേശുവോട് പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്നവനെ ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിന്നും നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഉറവയായി തീരും. അത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് യേശുക്രിസ്തു പറഞ്ഞത്. ആമേൻ. അവിടെ യേശുക്രിസ്തു പെരുന്നാളിന്റെ അവസാന ദിവസം യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്ന എന്റെ അടുക്കൽ വരട്ടെ. അവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ തന്നെ ജീവജലത്തിന്റെ ഉറവുകൾ പൊട്ടിപ്പുറപ്പെടും എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, പരിശുദ്ധാത്മാവിന് ഒരുവന്റെ ജീവിതത്തിന്മേൽ ലഭിച്ചാൽ ആ പരിശുദ്ധാത്മാവിന് സാഹചര്യങ്ങൾ വിഷയമല്ല. ആ പരിശുദ്ധാത്മാവിന് സ്വതം ലോകത്തിൽ എന്ത് നടക്കുന്ന വിഷയമല്ല. ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഒരുവന്റെ ജീവിതത്തിന് മേൽ വെളിപ്പെടാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുക്കാൻ തയ്യാറാണോ? സ്നേഹം, സന്തോഷം, രണ്ടാമത് സന്തോഷം പറഞ്ഞിരിക്കുന്നത്. 3 സമാധാനം ദൈവം തരും. ദീർഘക്ഷമ, ദയാ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ വെളിപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പറയാൻ, കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഞാൻ എവിടെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ ആരാധിക്കണമെന്ന് ആരാധിച്ചിട്ടില്ലെങ്കിൽ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് തിരുവചനം പറയുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിൽ ആദ്യം വിശ്വസിക്കണം. ആമേൻ. കർത്താവിന്റെ തന്റെ യാഗത്തിൽ വിശ്വസിക്കുക, ക്രൂശിൽ ചെയ്ത യാഗത്തിൽ വിശ്വസിക്കുക, ആ രക്തത്താൽ എനിക്ക് വീണ്ടെടുപ്പണമെന്ന് വിശ്വസിക്കുക, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റെടുക്കുക. പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ, ആമേൻ, ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ഒരു സമാധാനം, ഒരു സന്തോഷം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. ഇന്ന് പരിശുദ്ധാത്മാവിനെ പലരും മറന്നുപോയിരിക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിനെ ഈ ദിവസങ്ങൾ ആ തിരിച്ചറിവിലേക്ക് ഒന്ന് വരാം. പരിശുദ്ധാത്മാവിനുള്ള ഡിപ്പെൻഡൻസിലേക്ക് നമുക്ക് മടങ്ങി വരാം. സ്തോത്രം. ഈ ദിവസങ്ങളിലും ആ കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ദൈവിക ദൂത് ഹെബ്രായക്കാർക്ക് 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നീ നീതിയെ, യേശുക്രിസ്തുവിനെ പറ്റി 45-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ, ആമേൻ, ആ സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന അതേ വാക്യം യേശുക്രിസ്തുവിനെ ആധാരമാക്കിയുള്ള ഒരു ദൈവിക വചനമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അവിടെ പറയുകയാണ്, ആമേൻ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയും ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ. അപ്പോൾ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായ ഐലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരുവന്റെ മേൽ ഇറങ്ങി വന്നാൽ, ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ദിവസങ്ങൾ സൂക്ഷിപ്പാൻ തയ്യാറാണെങ്കിൽ, അതെ, നമ്മുടെ ജീവിതത്തിൽ അവസ്ഥകൾ വ്യത്യാസം, ആമേൻ, ഒരിക്കലും അത് ആ സാഹചര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. നമ്മൾ അകമേ ഉള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണെന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്. അകമേ ആരാണിരിക്കുന്നത്? ഏതാത്മാവാണ് അകമേയിരിക്കുന്നത്? പരിശുദ്ധാത്മാവാണോ അകമേയിരിക്കുന്നത്? പരിശുദ്ധാത്മാവാണോ ബലപ്പെട്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആമേൻ, പുറമേ ഉള്ളതൊന്നും നിങ്ങളെ തൊടുവാൻ സാധിക്കത്തില്ല.
നമുക്ക് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ അകമയുള്ള മനുഷ്യനെ ഈ ദിവസങ്ങൾ ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിനാൽ. അതേ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ആ കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന രക്ഷയുടെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആ സന്തോഷം നമ്മുടെ ജീവിതത്തെ തീർന്നു പോകരുത്. കർത്താവിനെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടിയപ്പോൾ അന്ന് ലഭിച്ചൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം അത് നിൽക്കുവാനല്ല, ആ സന്തോഷം ഈ ദിവസങ്ങൾ വർദ്ധിച്ചു വരുവാൻ, കൂട്ടുകാരിൽ പരമായ ആനന്ദതയിലെത്താൽ, കൂട്ടുകാർ ചുറ്റുമുള്ളവരിലേക്കാളും അധികമായ സമ്പത്തില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും കഴിവില്ലെങ്കിലും ബുദ്ധിയില്ലെന്നൊക്കെ അതിലധികമായ സന്തോഷം കർത്താവ് നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന് താല്പര്യമുണ്ട്. അത് ലോകത്തിൽ എന്ത് കാശ് കൊടുത്താലും കിട്ടത്തില്ല. ഹാപ്പിനെസ് ലോകത്തിന് കൊടുക്കാൻ കഴിയും, പക്ഷെ ഇന്ന് ജോയ് തരാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. പലപ്പോഴും മാനസിക തലങ്ങളിൽ പലപ്പോഴും തകരുന്ന അനുഭവം, അല്ലെങ്കിൽ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ പലപ്പോഴും തളർന്നു പോകുന്ന അനുഭവങ്ങൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അനുദിന ജീവിതത്തിൽ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ കർത്താവേ ഞാൻ എങ്ങനെ ചിന്തിച്ച് പലപ്പോഴും ആരും അറിയാതെ അലമുറയിട്ട് നിലവിളിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തെ നിങ്ങൾ ആരാധിക്കാനൊന്ന് തയ്യാറാകുമോ? ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ നീ നന്മ ചെയ്യുക, ആ ദൈവസന്നിധി നീ രസിച്ചുകൊള്ളുക. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് സാധിച്ചു തരും. ദൈവസന്നിധി രസിക്കുക, ദൈവസന്നിധിയിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുക. വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുക. സഭയ്ക്കകത്ത് ഞായറാഴ്ച വന്നിട്ട് ആരാധന മാത്രമല്ല, അത് ആ ഞായറാഴ്ച കൊണ്ട് തീരും, ഒരുപക്ഷെ തിങ്കളാഴ്ച കൊണ്ട് തീരും. പക്ഷെ ശേഷിക്കുന്ന ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. എന്റെ വ്യക്തിപരമായി ചോദിച്ചാൽ പലപ്പോഴും ദൈവിക സന്തോഷം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ആ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ദൈവത്തെ ആരാധിക്കാതിരിക്കുമ്പോഴാണ്. സഭയ്ക്കകത്തല്ല, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ദൈവത്തെ നിങ്ങൾ ആരാധിച്ചു തുടങ്ങുക. ആമേൻ. അവിടെ നമ്മളെ മൂടുന്ന പലപ്പോഴും മാനസിക നിലവാരങ്ങളിലേക്ക്, നമ്മളിലേക്ക് ഒരു നിരാശയോ ഭാരമോ ഭയമോ ഒക്കെ കൊണ്ടുവരുന്ന ഉത്കണ്ഠകളും ആകുലതകളും ഒക്കെ കടന്നു വരുമ്പോൾ, നിങ്ങൾക്ക് കൈയടിച്ച് ആരാധിക്കുന്നവരാണെങ്കിൽ, അന്യഭാഷയിൽ നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ, ഒറ്റയ്ക്കിരുന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കുക. നിങ്ങളുടെ സഹധർമ്മിണിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവനോടോ കൂടെ നിങ്ങൾ കരം പിടിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഭരണത്തിനൊന്ന് ആരാധിക്കും, വ്യക്തിപരമായി ഒന്ന് ആരാധിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ, അതേ ആ ഒരു ഭാരം എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്നതായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകുവാനുള്ള ദൈവശക്തി എൻ്റെ മേൽ കടന്നു വരുന്നതായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് ദൈവം അങ്ങനെ ഒരു കാര്യം, ഒരു ആയുധം ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എഫീഷ്യന്റെ പുസ്തകത്തിൽ പലപ്പോഴും പല ഭാരങ്ങൾ ജീവിതത്തിന്റെ മേൽ കടന്നു വരുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു പാട്ട് ചെല്ലുന്നതായിട്ട് ഞാൻ ജീവിതത്തിൽ പലരും പറയാറുണ്ട്. ആ അവസ്ഥയെ മറികടക്കുവാൻ ആവശ്യമായിരിക്കുന്ന ആ ഒരു ബലവും മനോധൈര്യവും വിശ്വാസവും ആ പാട്ടിലൂടെ ദൈവം തരും. നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് പാടിയ പാട്ടുണ്ടല്ലോ, സ്തോത്രം. അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദി. ആ ഒരു പാട്ട് എനിക്ക് മറക്കാൻ കഴിയും. വ്യക്തിപരമായ എൻ്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ, ആ പാട്ട് ഒരു ജീവിതത്തിന് ഒരു ഘട്ടത്തിൽ ആ പാട്ട് എന്നെ ഒരുപാട് ബലപ്പെടുത്തിയിട്ടുണ്ട്. മുന്നോട്ട് പോകുവാനുള്ള ദൈവശക്തി അതെനിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇത് അനുഭവിച്ചവർക്കറിയാം. അതേ, ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തികൾ അതിനെ നിസ്സാരമായി തള്ളിക്കളയരുത്. ദുഷ്ടന്റെ പദ്ധതി ഒരു ഏലിയാവിനെ തളർത്തിക്കളയാം. ഏലിയാവിന് പോലും മനസ്സിലായില്ല ഇത് ശത്രുവിന്റെ ഒരു പദ്ധതിയാണെന്നുള്ളത്. കുടുംബത്തിനകത്തെ സന്തോഷത്തെ കെടുത്തുക, മാനസിക നിലവാരങ്ങളെ സന്തോഷത്തെ കെടുത്തുക. ശത്രു ജയിക്കുവാൻ തുടങ്ങും, നാം തോൽക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. പൗലോസും സീലാസും നമുക്കെല്ലാവർക്കും പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അവര് ജയിലറയ്ക്കുള്ളിൽ വേണമെങ്കിൽ അവിടെ നിന്ന് കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങാമായിരുന്നു, അല്ലെങ്കിൽ പല കാരണങ്ങൾ പറയാമായിരുന്നു. പക്ഷെ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തെ പാടി ആരാധിക്കുകയും ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ വരെ മാറ്റം വന്നു. സ്തോത്രം. ഇത് സത്യ ആരാധനയെ പറ്റി ഞാൻ പറയുന്നത്, ആത്മാവിൽ ആരാധനയെ പറ്റി ഞാൻ പറയുന്നത്. സിനിമാ പാട്ട് പാടുന്ന പോലെ ദൈവജനമേ, ഈ ദൈവത്തിന്റെ പാട്ട് പാടിയിട്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ആത്മാവിൽ നമ്മൾ പാടാൻ തുടങ്ങണം. ആത്മാവിൽ പാടാൻ തുടങ്ങുമ്പോൾ ചുറ്റുമുള്ള പൈശാചിക മണ്ഡലങ്ങൾ, അന്തരീക്ഷ മണ്ഡലങ്ങളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ശരീരത്തിന്മേൽ വ്യാപരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാരങ്ങളോ കെട്ടുകളോ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് അഴിക്കാൻ തുടങ്ങും.
ഒരു പ്രത്യേക സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. യഹോശഫത്തിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, അത് വലിയ ജനസമൂഹത്തിന് നേരെ പാഞ്ഞെടുക്കുമ്പോൾ ഒരു കടലിലെ മണൽത്തരികൾ പോലെ ഒരിക്കുന്ന ജനം വന്നപ്പോൾ അദ്ദേഹം തിരുവചനം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ തയ്യാറായി. അദ്ദേഹം പ്രശ്നത്തെ നോക്കുവാനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ സമൂഹത്തോട് എതിർപ്പാനുള്ള ശക്തി എനിക്കില്ല കർത്താവേ, ഈ പ്രശ്നത്തെ നേരിടുവാനുള്ള ശക്തി എനിക്കില്ല, പക്ഷേ ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കിയാണ്, ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, വിശുദ്ധ അലങ്കാര വസ്ത്രം ധരിച്ച് സൈന്യത്തിൽ മുമ്പിൽ നടന്നുകൊണ്ട് ദൈവത്തെ പാടി ആരാധിക്കുക, ദൈവം നല്ലവനാണെന്ന് വിളിച്ചു പറ. സ്തോത്രം. കാരണം മറ്റൊന്നുമല്ല, ദൈവം നല്ലവനാണെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഹല്ലേലൂയ, ദൈവം എന്നും എന്നേക്കും വിശ്വസ്തനായി എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പല അർത്ഥങ്ങൾ അതിനകത്ത് നമുക്ക് കൊടുക്കുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ തൻ്റെ ജനത്തെ കൈവിടുന്ന ദൈവമല്ല, തൻ്റെ ജനത്തെ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല, ജനത്തോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ ഓർക്കുന്ന ദൈവമാണ്. ആ ദൈവം അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ തോന്നുന്ന ദൈവമാണ്. എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. എൻ്റെ അവസ്ഥയെ കണ്ടിട്ട് എന്നെ വിട്ടിട്ട് പോകുന്ന ദൈവത്തെ അല്ല, രാവിലെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ, അവിടെ തിരുവചനം നമുക്കറിയാം, അവിടെ എന്താ ദോഷം ദൈവം അവർക്ക് കൊടുത്തു. അതെ, ഈ ദിവസങ്ങളിലും നമുക്കിന്ന് ജഡരക്തങ്ങളോടല്ല പോരാട്ടമുള്ളത്, നമുക്ക് വാഴ്ചകളോടും അധികാരങ്ങൾ. ഈ ദിവസം ആത്മീയ തലങ്ങളിൽ നിങ്ങൾ പോരാടുവാൻ നമുക്ക് തയ്യാറാകാം. അതേ, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ ഹബക്കൂക്കിന്റെ അവസ്ഥ മാറിയിട്ടില്ല, പക്ഷേ ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, അതേ, ചുറ്റുവട്ടങ്ങൾ നോക്കിയാൽ അവസ്ഥകൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളും വിഷയങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലാൻ തയ്യാറാണോ? അവിടെ ലഭിക്കുന്നൊരു സന്തോഷമുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരു യോഹന്നാന്റെ ശിരച്ഛേദം നടന്നപ്പോൾ മാനസികമായി ഒരുപക്ഷെ കർത്താവ് ഒന്ന് ഡൗൺ ആയി കാണും. അവിടെ പറഞ്ഞ യേശു ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ആരും അറിയാതെ പോയി അവിടെ ദൈവസന്നിധിയിൽ നിന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. കാരണം ആ സന്തോഷവും ആ ഉള്ളിലുള്ള പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയാൽ കർത്താവിനറിയാൻ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അത് ഈ ദിവസങ്ങളിലും നമ്മുടെ സന്തോഷമാണ്, അതൊരു സ്വാർത്ഥതയല്ല. നമ്മൾ സന്തോഷിക്കുന്നത് ഭൂമിയിലുള്ള ഒരു കാര്യത്തിനും വേണ്ടിയല്ല, നമ്മുടെ സന്തോഷം കർത്താവിലായിരിക്കണം. ആ കർത്താവിനുള്ള സന്തോഷമായിരിക്കാം നമ്മുടെ ബലം. ആ യേശു അവിടെ പറയാണ്, അവിടെ ഹബക്കൂക്ക് പ്രവാചകൻ പറയാണ്, ആനന്ദിക്കും. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, അവിടെ മുന്തിരിവള്ളി തളിർക്കുന്നില്ല, അത്തിവൃക്ഷം തളിർക്കുന്നില്ല, മുന്തിരിവള്ളി അനുഭവം കൊണ്ടാകുന്നില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകുന്നു, നിലങ്ങൾ ആഹാരം വിളയിക്കുന്നില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകുന്നു, ഗോശാലകൾ കന്നുകാലികൾ ഇല്ലാതിരിക്കുന്നു, അവസ്ഥ മോശമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വാഗ്ദത്തം ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം പൂർത്തീകരിക്കും. അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ യഹോവയിൽ ആനന്ദിക്കും. സ്തോത്രം. ഞാൻ എൻ്റെ രക്ഷയോടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. കർത്താവിൽ ഉല്ലസിക്കാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിലുള്ള സന്തോഷമാണ് നമ്മുടെ ബലം. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ 1:3-19 പറയുകയാണ്, യഹോവയായ ദൈവം എൻ്റെ ബലമാകുന്നു. ഇന്ന് നമ്മുടെ ബലം ആരിലാണ്? ദൈവത്തിനാണോ? അതെ, യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന മറിയ പറയും, എൻ്റെ ബലം യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതാണ്. കർത്താവിന്റെ സാന്നിധ്യമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിനാണ് സന്തോഷമുള്ളത്. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അത് ഉണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഒരു സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. യേശു എവിടെ വന്നിട്ടുണ്ടോ അവിടെ സന്തോഷമുണ്ട്. സ്തോത്രം. അവിടെ ഉല്ലാസമുണ്ട്. യേശു എവിടെയെല്ലാം ചെന്നോ അവിടെയൊക്കെ ആരും ദുഃഖിപ്പിച്ചിട്ട് യേശു പോയിട്ടില്ല. യേശു മാനസാന്തരം പ്രസംഗിച്ചു പോകുമ്പോൾ ആ മാനസാന്തരത്തിൽ നിന്നും വരുന്നത് സന്തോഷം തന്നെയായിരുന്നു. മറിയയുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിലാണ് മറിയ ആ കർത്താവിന്റെ സാന്നിധ്യമാണ് ആഗ്രഹിച്ചത്. അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ അറിഞ്ഞപ്പോൾ പറയുകയാണ്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വേർപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. അപ്പോൾ കർത്താവിനാണ് നമ്മുടെ ബലം. യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ.
വ്യക്തിപരമായ പ്രാർത്ഥനകളിലും ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത് എന്നുള്ള വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അത് നമുക്ക് പല വിചാരങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ വരും. പക്ഷെ ആ വിചാരങ്ങളെയൊക്കെ വിട്ടുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അത് സമർപ്പിക്കാൻ തയ്യാറാകുക. അനവധി പേർക്ക് വേണ്ടി ദിവസങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആമേൻ അവിടെ പറയുകയാണ്, നിങ്ങൾ ആവശ്യങ്ങൾ നന്ദിയോടെ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം. ഈ ദിവസങ്ങളിലും ദൈവം ചെയ്തതിനെ നിങ്ങൾ നമുക്ക് മറന്നു പോകാതെ ഈ ദിവസം കഴിഞ്ഞ നാൾ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്മരിക്കുവാൻ തയ്യാറാണോ? ഒരു സ്മരണയുടെ പുസ്തകം എഴുതി വെക്കാൻ തയ്യാറാണോ? അതിനകത്തുനിന്ന് ഉത്ഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതൊന്ന് ഓർത്ത് കർത്താവിനെ സന്തോഷിക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും പാട്ട് പാടുന്നത്. എന്താണ്? ആമേൻ, ദൈവം കഴിഞ്ഞ നാളുകൾ ദൈവം ചെയ്തത്, ചെങ്കടലിൽ ചെയ്ത്, യോർദാനിൽ ചെയ്ത കാര്യങ്ങൾ അവർ സ്മരിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ അവർക്കൊരു പ്രത്യാശ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ ദിവസങ്ങളിലും ദൈവഹിതപ്രകാരമുള്ള ഒരു അനുതാപം 1 കൊരിന്ത്യർ 7:10-11 പറയുകയാണ്. യഥാർത്ഥത്തിലുള്ള സന്തോഷം എവിടെയാണ് കിട്ടുന്നത്? ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, അനുതാപം വരാത്ത ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തിൻ്റെ രക്ഷയ്ക്ക് ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. കഴിഞ്ഞ നാളുകളിലെ പ്രശ്നങ്ങളെ ഓർത്ത് നിരാശപ്പെട്ട് കർത്താവേ എന്തുകൊണ്ടാണ് ഇതൊക്കെ ആയിത്തീർന്നു, എൻ്റെ ദൈവം എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആമേ ഞാൻ ഇന്നത് ചെയ്തെങ്കിൽ ഞാൻ ഇന്നതാകാമായിരുന്നു, ഇന്നത് ചെയ്തതെങ്കിൽ ഇന്നത് സംഭവിക്കത്തില്ല എന്നുള്ള പല കാര്യങ്ങളെയൊക്കെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പലപ്പോഴും അത് ഉളവായി വരുന്നത് മരണമാണ്. പക്ഷേ ദൈവം പറയാണ്, അനുതാപം വരാത്ത ദൈവം പറയാണ്, ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ് ആമേൻ നിങ്ങൾ ജനിപ്പിച്ചു എന്ന് നിങ്ങൾ ആമേൻ അവിടെ പറയുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ആമേൻ ദൈവത്തിൻ്റെ നമ്മുടെ അവിടെ മാനസാന്തരത്തെ പറ്റിയാണ് മറ്റൊരു രീതിയിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷേ ആമേൻ യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന യഥാർത്ഥത്തിലുള്ള മാനസാന്തരത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ആമേൻ കുറവുകളുണ്ടെങ്കിൽ ഏറ്റു പറയാൻ തയ്യാറാണോ? അവിടെ കർത്താവിനോട് ഏറ്റു പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ കുറവുകളാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏറ്റു പറയാൻ തയ്യാറാകുമ്പോൾ അതിലൂടെ വരുന്നൊരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഹല്ലേലൂയ. ദാവീദ് ഒരു പാപം ചെയ്തതിന് ശേഷം ദാവീദ് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദാവീദ് പറയുന്നൊരു കാര്യമാണ്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കും ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്ന് പറയുന്ന ദാവീദ് അവിടെ പറയുകയാണ്. ആ ദാവീദിന്റെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോയത് ജീവിതത്തിൽ പാപം കടന്നു വന്നപ്പോഴാണ്. പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് രാജസ്ഥാനം മടക്കി തരണമേ എന്നല്ല അദ്ദേഹം പറയുന്നത്. ദാവീദ് പറയുകയാണ്, എനിക്ക് രക്ഷയുടെ സന്തോഷം മടക്കി തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം ജീവിതത്തിലുണ്ട്. ആമേൻ, പട്ടുമെത്തയുണ്ട്, പരവതാനികളുണ്ട്, രാജകൊട്ടാരമുണ്ട്, അവിടെ രാജസേവകന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, എല്ലാമുണ്ട്, എല്ലാ സുഖങ്ങളുമുണ്ട്. പക്ഷെ എനിക്കൊരു സന്തോഷമില്ലെന്ന്, എനിക്കൊരു സമാധാനമില്ല, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് സ്തോത്രം ഒരു ഭാരം എന്നെ പിന്തുടരുകയാണ്, ഒരു കുറ്റബോധം എന്നെ പിന്തുടരുകയാണ്. സ്തോത്രം, എന്റെ കഴിഞ്ഞ കാലങ്ങൾ ചെയ്തത് ദിവസങ്ങളിൽ ആമേൻ വേട്ടയാടുകയാണ്. പക്ഷെ അദ്ദേഹം ദൈവസന്നിധിയിൽ പറഞ്ഞു, ആമേൻ കർത്താവേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അദ്ദേഹം പറയാണ്, ഒരു സൃഷ്ടിക്കണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിലൊന്ന് പുതുക്കണമേ, നിന്റെ സന്നിധി എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് മാറ്റരുതേ. ഈ ദിവസങ്ങളിലും കർത്താവിന്റെ സന്നിധിയിൽ ആ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം കരയുന്നത്. ശൗല് കരഞ്ഞ് രാജസ്ഥാനം നഷ്ടപ്പെട്ട് ആമേൻ ശൗല് കരയുന്നത് എനിക്ക് രാജസ്ഥാനം മടക്കി തരണമെന്ന്. പക്ഷേ ദാവീദ് കരയുന്നത് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം തരണമെന്നാണ്. സ്തോത്രം. അത് കഴിഞ്ഞാൽ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികൾ ഉപദേശിക്കും, അപ്പോൾ പാപികൾ മാനസാന്തരപ്പെടും. അപ്പോൾ രക്ഷയുടെ സന്തോഷമില്ലാതെ ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ രക്ഷയുടെ സന്തോഷം അകത്തുള്ള ആമേൻ ദൈവവചനം സംസാരിച്ചാൽ, ഈ ദിവസങ്ങൾ ദൈവത്തെ സ്തുതിച്ചാൽ എൻ്റെ അധരങ്ങൾ തുറന്ന് സ്തുതിക്കാൻ പോലും കഴിയുന്നില്ല. ആമേൻ. അദ്ദേഹം പറയണം, എൻ്റെ അധരങ്ങളെ ഒന്ന് തുറക്കണമേ, കഴിഞ്ഞ നാൾ ദൈവത്തെ സ്തുതിച്ച പോലെ ഒന്ന് സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിച്ച പോലെ ആരാധിക്കുവാൻ ഒരിക്കൽ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആമേൻ. യേശു പറയും, എൻ്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും ആമേൻ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ അനവധി കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതേ ഈ ദിവസങ്ങൾ നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. വിശ്വാസത്തിൻ്റെ നായകനും
പൂർത്തി വരുന്ന യേശുവിനെ നോക്കാം. യേശുവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി മുമ്പിലുള്ള സന്തോഷത്തെ ഓർത്ത് അപമാനം അലക്ഷ്യം. അപ്പോൾ സന്തോഷം എവിടെയായിരുന്നു? ക്രൂശിനപ്പുറത്തൊരു സന്തോഷമുണ്ട്, ആർക്കും തരാൻ നിത്യ സന്തോഷമാണത്. ആ സന്തോഷം കർത്താവ് അനുഭവിച്ചതാ. കർത്താവിന് അറിയാം എനിക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്. ഈ ദിവസം ആത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. ക്രൂശല്ല കണ്ടത്, ക്രൂശിനപ്പുറത്തുള്ള സന്തോഷത്തെ കർത്താവ് കണ്ടു. അതുകൊണ്ട് ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ളവനെ ധ്യാനിച്ചോണം. മറ്റാരും ഇങ്ങനെ ധ്യാനിക്കാൻ കഴിഞ്ഞ ഒരുവനുണ്ടെങ്കിൽ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. അതേ, നമുക്ക് അപ്പോസ്തലനായ പൗലോസ് പറയും, നമ്മൾ വെളിപ്പെടാത്ത തേജസ് വിചാരിച്ചാൽ, വെളിപ്പാട് ഉള്ളിൽ പ്രാപിച്ച, കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടില്ല, ഒരു ഹൃദയം ഗ്രഹിച്ചിട്ടില്ല ദൈവമക്കൾക്ക് വേണ്ടി ദൈവം എന്താണ് ഒരുക്കിയിട്ടുള്ളതെന്നും കർത്താവ് പറയുന്നുണ്ട്. നല്ല വിശ്വസ്തനായ അതെ എൻ്റെ ദാസ, നീ എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങോട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ നിത്യ സന്തോഷത്തിലേക്ക് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതെ, ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ. അതെ, നമ്മൾ വെളിപ്പെടാത്ത തേജസ് വിചാരിച്ച് ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയാൻ വെളിപ്പെടാനൊരു തേജസ്സുണ്ട്. അത് തിരിച്ചറിഞ്ഞ പൗലോസ് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടവനാണ്. ദൈവത്തിൻ്റെ തേജസ് എന്താണെന്ന് എനിക്ക് വ്യക്തമായി ഞാൻ അറിഞ്ഞ, കർത്താവിൻ്റെ നിത്യത എന്താണെന്ന് ഞാൻ വ്യക്തമായി കണ്ട വ്യക്തിയാണ്. അത് തുലനം ചെയ്യും എന്ന് ഇന്നത്തെ കഷ്ടങ്ങൾ എടുത്ത് തുലാസിൽ വെച്ചാൽ, ഒരു വശത്ത് തുലാസിൽ എൻ്റെ കഷ്ടവും മറുവശത്ത് വരാനുള്ള തേജസ് എടുത്ത് വെച്ചാൽ, ആ തുലാസിൽ എൻ്റെ കഷ്ടങ്ങൾ വെറും ഒരു കരിയില പോലെ ഉള്ളൂ. സ്തോത്രം. ആ തേജസ്സിൻ്റെ ഘനം, സ്തോത്രം, അതിനോട് ഉപമിക്കാൻ സാധിക്കത്തില്ല. അത് തിരിച്ചറിയുമ്പോൾ ഞാൻ എൻ്റെ കഷ്ടങ്ങളെ നിസ്സാരമെന്നാണ്. എനിക്ക് സന്തോഷിക്കാൻ എത്രയോ കാര്യങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പറഞ്ഞ ദൈവം വിശ്വസ്തനായി തുടർന്ന് വാക്കുമാറാത്തമായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം.